ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫുൾ മൂണായിട്ട് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുമോ എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ മൂണിൻ്റെ ആദ്യത്തെ 2 ദിവസവും അതിന് ശേഷമുള്ള 2 ദിവസവും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു തിടുക്കമായിരിക്കും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ജസ്റ്റിസിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ന്യായം തരണം, എത്രയും പെട്ടെന്ന് എനിക്ക് ന്യായം തരണം ദൈവമേ, ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം. ഈ 2 കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നു ഫുൾ മൂണിൻ്റെ മുന്നേയുള്ള ദിവസവും ശേഷമുള്ള ദിവസവും. അതായത് ഇനി നിങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു സന്തോഷം വേണം എൻ്റെ ഭഗവാൻ, എനിക്ക് ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ കൊണ്ടു താ ഭഗവാന്, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച ആ സന്തോഷം എനിക്ക് കിട്ടണം, അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട്. അതായത് ഒരു കൊച്ചു കുട്ടി ഷാഢ്യം കാണിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഷാഢ്യം കാണിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ ഒരു വ്യക്തി വെള്ളം ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി അലഞ്ഞു നിൽക്കുകയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം വേണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു ആഗ്രഹം നടക്കണം, അങ്ങനെ ഭയങ്കരമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷൻസിന് കൺട്രോൾ വയ്ക്കുക. നിങ്ങൾ മെൻ്റലിയും ഇമോഷണലി ഒന്ന് സ്ട്രോങ് ആയാൽ പിന്നെ ഒരു സാഹചര്യത്തിനും ഒരു ആൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഇമോഷണലി മെൻ്റലി സ്ട്രോങ് ആയേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ എങ്ങനെ സ്ട്രോങ് ആകുന്നോ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി. ഏത് സിറ്റുവേഷൻ വന്നാലും ഒരു അഡ്വഞ്ചറിനെ പോലെ സാഹസികരായി നിൽക്കുക. കാരണം എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ അതിനെ പോരാടി വിജയിച്ച് വരും അതിൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളൊന്നും നിങ്ങൾക്ക് ദുഃഖങ്ങളായി തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു തരണേ, ആഗ്രഹം സാധിച്ചു തരണേ, അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് സാഹസികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്രമാത്രം സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് അത്രമാത്രം പവർ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളെ നേരിടാൻ എന്നെക്കൊണ്ട് സാധിക്കും, എൻ്റെ കൂടെ ദൈവമുണ്ട്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിനെ നേരിടാൻ വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും സുനിശ്ചിതമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് പോരാടി വിജയിക്കണമെന്നുള്ള മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ വരും. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് കൂടുതൽ ദുഃഖവും വിഷമവും കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ഇതേപോലെ ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു വന്നവരാണ്. അവർക്കിപ്പോൾ ഒരു പേടിയുമില്ല. അവർക്ക് ദുഃഖങ്ങൾ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനെക്കാട്ടി അപ്പുറത്തെ ദുഃഖം സഹിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നുള്ള ആ ഒരു ഇതാണ്. കാരണം അവർക്ക് അത്രമാത്രം ജീവിതത്തിൽ അവർ പോരാടി വിജയിച്ച് വന്നവരാണ്. അതുകൊണ്ട് പല പല വലിയ ആൾക്കാരുടെയും ആ ഒരു ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുഃഖിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, പോരാടുക, വിജയിക്കുക നിങ്ങൾ. ഇനി ഒരു കാര്യവും കൂടെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ദുർബലരായി കാണരുത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ വളരെ ദുർബലരാണ്, മറ്റുള്ളവർക്കെല്ലാം നേടാൻ സാധിക്കും, എനിക്കൊന്നും സാധിക്കത്തില്ല, ഞാൻ വളരെ ദുർബലരാണ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ നിങ്ങളുടെ മനസ്സ് തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ല, ഇനി അത് ഒരിക്കലും പൂർണ്ണമാകത്തില്ല എന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. പക്ഷേ ഇവിടെ കാർഡുകൾ പറയുന്നത് ആ ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് 100% ഉണ്ട് എന്നാണ്. ഇവിടെ ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എടുക്കുകയാണ് എങ്കിൽ ഒരേ സമയം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 2 കൈയാണ് ദൈവം അവർക്ക് കൊടുത്തേക്കുന്നത്. അവർക്ക് ഒരേ സമയം എല്ലാം കൂടെ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ മോശം അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അതിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. എല്ലാം ഒന്ന് ശരിയാകുമോ എത്രയും പെട്ടെന്ന് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ കുറേ സമയം വളരെ നല്ല വിലപ്പെട്ട സമയം വളരെ വേസ്റ്റായിപ്പോയി. ചില ആൾക്കാർ കാരണമോ ചില സിറ്റുവേഷൻസ് കാരണമോ കുറേ നല്ല സമയം വേസ്റ്റായി പോയിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് സമയം നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. എല്ലാ കാര്യങ്ങളും നേരെയാക്കുകയും വേണം. സെൻറ്ററിൽ നിങ്ങൾ നിൽക്കുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ നിങ്ങളുടെ കൂടെ ഉള്ളൂ താനും. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചില ആൾക്കാർ അത്രമാത്രം വിഷമിക്കുകയാണ്, എന്ത് ചെയ്യും ഞാൻ, എങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷൻസും നേരെയാക്കും, എല്ലാം മോശമായി ഇരിക്കുകയാണല്ലോ ഇപ്പോൾ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഒരു അത്ഭുതം പെട്ടെന്ന് വന്നാൽ എല്ലാം നേരെയാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന്. ഉറപ്പായിട്ടും മിറാക്കിൾ സംഭവിക്കും.
പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ കാർഡുകൾ പറയുന്നത് നിങ്ങൾ മിറാക്കിളിൽ വിശ്വസിക്കണമെന്നാണ്. മിറാക്കിൾ എന്ന ഒരു സംഭവം മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. നിങ്ങളെ അപ്പോൾ ആ ഒരു ഗിൽറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങളെ എങ്ങോട്ടാണോ നയിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ നിങ്ങൾക്ക് അവിടെ സക്സസ് ഉറപ്പായിട്ട് ലഭിക്കും എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കും എങ്ങനെ ഇതൊക്കെ റെഡിയാവുമെന്ന്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സിറ്റുവേഷൻ ഏത് രീതിയിലാണ് മാറി മറിയുന്നത് എന്ന്. അതിനെയാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സക്സസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പല തലത്തിലുമുള്ള കാര്യങ്ങൾ പൂർണ്ണമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്ത നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആ ഒരു ഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ നല്ല കർമ്മങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് ഈ ഒരു സക്സസ്. ഇവിടെ ഈ ഒരു ഫുൾ മൂൺ കാരണം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഫുൾ മൂണിന് ശേഷം പതുക്കെ പതുക്കെ നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ. അത് ഇനി ഡിലേ എന്ന വാക്കിന് അർത്ഥമില്ല. ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്തോ ഒരു ഗിൽറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആ ഒരു ഗിൽറ്റിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നു എന്ന് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഭഗവാൻ അറിയാം ഏത് കാര്യങ്ങൾ എപ്പോൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. കുറച്ചും കൂടെ സാഹസികരാവാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം നിങ്ങൾ ഒത്തിരി ദുഃഖങ്ങൾ സഹിച്ചവരാണ്. നിങ്ങളുടെ ആ ഒരു ദുഃഖം എന്തെന്ന് നിങ്ങൾ തൊട്ടറിഞ്ഞവരാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് സന്തോഷമായിട്ട് നിങ്ങളെ വയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതുപോലെ കാര്യം മറ്റൊരാൾക്കും അനുഭവിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവർ നിങ്ങളെ കണ്ടിട്ട് പറയുന്നുണ്ടാകും, ഇവരനുഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ എങ്ങാനും വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ മരിച്ചു പോയതിന്. അത്രമാത്രം ധൈര്യമുണ്ട് ഇവർക്ക്, അതുകൊണ്ടാണ് ഇത്രയും സാഹചര്യങ്ങൾ നേരിട്ടിട്ടും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുന്നത് എന്നാണ് അവർ നിങ്ങളെ നോക്കി പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യമില്ലാതെ ഇരിക്കരുത്. വളരെയധികം സന്തോഷത്തോടെ ധൈര്യത്തോടെ സാഹസികരായി നിങ്ങൾ ഇരിക്കുക. കാരണം അത്രമാത്രം നിങ്ങൾ ജീവിതത്തിൽ സഹിച്ചവരാണ്. ഇവിടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആലസ്യമൊക്കെ വരുന്നുണ്ട് എങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഇൻ്റർവ്യൂ, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് നിങ്ങളോട്. കാരണം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നത്. വെറുതെ ചുമ്മാ മടിച്ചു നിന്നിട്ട് കാര്യമില്ല. എന്തിനായാലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം സമയം വിലപ്പെട്ടതാണ്, അത് നിങ്ങൾ വെറുതെ കളയരുത്. ഈ ഫുൾ മൂണിന് ശേഷവും ആ ന്യൂ മൂണിന് മുന്നേ ഉള്ള സമയം നല്ലതാണ്. ആ സമയം എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഞാൻ പറയുന്നത് കരിയറിനെ കുറിച്ചാണ്. കരിയറിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ഫുൾ മൂണിന് ശേഷവും ന്യൂ മൂണിന് മുന്നേ ആയിട്ടുള്ള സമയത്ത് എന്തൊക്കെ തോട്ട്സാണോ വരുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ഇവിടെ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ശാന്തിയും സമാധാനവും മനസ്സിൽ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ഇലൂഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫുൾ മൂണിന് ശേഷം. അതായത് ഞാൻ പൂജ നല്ല വൃത്തി ചെയ്തില്ല, ഭഗവാൻ എന്നോട് ദേഷ്യമായി കാണൂ, അതായത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ ചില ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കാതെ പോലും നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ആണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ അറിയുന്നില്ല, നിങ്ങൾ എന്തായി പറയുന്നത് എന്ന്. പിന്നെ നിങ്ങൾ ദൈവത്തിനോട് പറയുന്നു, അറിയാതെ പറ്റിപ്പോയതാണ് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന്. അപ്പോൾ ഈ രീതിയിലുള്ള ആ ഒരു ഇലൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഇത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടും പോകുന്നത് മെഡിറ്റേഷനിലായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടും വെള്ള വസ്ത്രങ്ങളോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നും നിങ്ങൾക്ക്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം തോന്നും. അതായത് വെള്ള കളറിലുള്ള വസ്തുക്കളോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രിയം തോന്നും.
ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ജീവിതം വളരെ ലളിതമായിട്ടും സരളമായിട്ടും നിങ്ങൾക്ക് തോന്നും. ഒരു ഉത്കണ്ഠയോ ഓവർ തിങ്കിങ്ങോ ഒന്നും തന്നെ തോന്നത്തില്ല. അത് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് എന്തിനെയോ പേടിക്കുന്നു. അതായത് ഒരു നെഗറ്റിവിറ്റി അവരുടെ ഉള്ളിൽ അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഭയം, ഒരു നെഗറ്റിവിറ്റി ഉള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും ഒരു കർപ്പൂരം എടുക്കുക. അതിൽ ഒരു 6-7 ഗ്രാമ്പു ഇടുക. എന്നിട്ട് അത് കത്തിച്ച് എവിടെയൊക്കെയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തോന്നുന്ന നെഗറ്റിവിറ്റി ഉള്ളത് അവിടെയെല്ലാം ഈ ഒരു കർപ്പൂരത്തിൻ്റെ ആ ഒരു പുക കൊള്ളിപ്പിക്കുക. റൂമിലും നിങ്ങളുടെ ഹാളിലും നിങ്ങളുടെ കിച്ചണിലും നിങ്ങൾ എവിടെയാണോ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന അവിടെയും നിങ്ങളുടെ ആ ഒരു കർപ്പൂരവും ആ ഒരു ഗ്രാമ്പും കൂടെയുള്ള പുക കാണിക്കുക രാവിലെയും വൈകിട്ടും. അത് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാൻ നല്ല ഒരു ടിപ്പാണ്. നിങ്ങളത് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് കർമ്മം ചെയ്തിട്ടാണോ എന്തോ എനിക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത് എന്ന്. ഇവിടെ ആ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കർമ്മബലം തിരികെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ അനിയത്തിയുടെയോ രൂപത്തിൽ നിങ്ങളതിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെ മനസ്സിലാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു ആളെ മനസ്സിലാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അതായത് ദൈവമേ, എനിക്ക് ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ്, എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങ് തന്നെ ഇതിനുള്ള ഒരു പോംവഴി പറഞ്ഞു താ എന്ന് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. കാരണം ചില കാര്യങ്ങൾ ഒരു ലിമിറ്റിനപ്പുറം പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദൈവത്തിനോട് മുന്നിൽ നമ്മൾ ഇത് കാര്യം പറഞ്ഞ് സമർപ്പിക്കുക. കാരണം ആ ഒരു സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം, എന്തൊക്കെ ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ദൈവം നോക്കിക്കൊള്ളൂ. ഇവിടെ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരികയാണ്. കാരണം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുകയാണ്. ഒന്നിനെയും പിടിച്ചു വയ്ക്കുന്നില്ല. അതായത് നെഗറ്റിവിറ്റിയെ ഫ്രീ ആക്കുന്നു. ഒരു സരളത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഒരു ഉത്കണ്ഠയോ അങ്ങനെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. കൂടാതെ നിങ്ങളുടെ ശ്രദ്ധ വേറെ ഒന്നിലോട്ട് തിരികെയാണ്. ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം നടന്നാലും മോശകാര്യം നടന്നാലും നിങ്ങൾ ന്യൂട്രലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ന്യൂ മൂണിന് ശേഷം. ഫുൾ മൂണിന് ശേഷം സ്പിരിച്വാലിറ്റിയുടെ നേരെ നിങ്ങൾ തിരിയുന്നതായിട്ടാണ്. മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പുതിയ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു. അതായത് അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ തുടങ്ങും. അതായത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ജിജ്ഞാസ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ രഹസ്യം അങ്ങനെയൊക്കെ. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അതായത് ന്യൂറോളജി, ആസ്ട്രോളജി, എന്തോ പുതിയ കാര്യം പഠിക്കാനുള്ള വ്യഗ്രത നിങ്ങളുടെ ഉള്ളിൽ വരും. ഇതിൽ ചില ആൾക്കാർ നമ്പർ വെച്ച് ഭാഗ്യം നോക്കുന്നുണ്ട്. അതായത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് എന്ത് ഭാഗ്യമാണ് എനിക്ക് ഉണ്ടാവുക, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ ഇതിലുണ്ട്. പിന്നെ പ്രൊഡക്ഷൻസ്, അതായത് ആസ്ട്രോളജി പ്രൊഡക്ഷൻസ് നോക്കുക, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കണം എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടി നിങ്ങൾ പഠിക്കുന്നതായിട്ട്. ഇവിടെ ഇലൂഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു നമ്പർ വരികയാണ് എങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്താണ് ആ നമ്പർ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന മാറ്റം, അതെല്ലാം നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈന് കിട്ടുന്നു. എപ്പോഴും നിങ്ങൾക്ക് ഫെദർ കാണാൻ പറ്റുന്നു. ഇല്ല എങ്കിൽ ഏതെങ്കിലും പക്ഷിയെ അടിക്കടി നിങ്ങൾ പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് ആ പക്ഷി പറക്കുന്നതായിട്ട്, ഇപ്പോൾ കൃഷ്ണപ്പരുന്ത് അങ്ങനെയൊക്കെ ഓരോന്ന് കാണത്തില്ലേ, ഉപ്പൻ, അങ്ങനെ ഓരോന്ന് കാണത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നു, എന്താണ് അതിനെ ഞാൻ ഇങ്ങനെ അടിക്കടി കാണുന്നുണ്ടല്ലോ എന്ന്. മുമ്പ് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ആരോ പറഞ്ഞ് തന്നു. ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഫുൾ മൂണിന് ശേഷം. അതായത് ആ ഒരു തെറ്റിദ്ധാരണയിൽ നിങ്ങളുടെ കുറേ സമയം വ്യർത്ഥമായി പോയി. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ എൻ്റെ സമയമെല്ലാം ആ ഒരു തെറ്റിദ്ധാരണയിൽ പോയല്ലോ എന്ന്.
ഇവിടെ സമയം മാറുന്നതനുസരിച്ച് ഓരോ വ്യക്തിയിലും ഒരു തിളക്കം വരുന്നു. ഒരാളും പെർഫെക്റ്റ് അല്ല നമ്മുടെ ഈ ലോകത്തിൽ. എല്ലാവർക്കും എന്തെങ്കിലും കുറ്റം ഉണ്ടാകും. ആ ഒരു കുറ്റം തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുന്നത്. അതേപോലെ നിങ്ങൾക്ക് ആരോ എന്തൊക്കെയോ ഒരു ഗൈഡൻസ് തന്നു, നിങ്ങളത് ഫോളോ ചെയ്തു. ഇല്ല എങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അത് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി അത് തെറ്റാണ് എന്ന്. ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറി നിങ്ങൾ നല്ല ഒരു രീതിയിലേക്ക് മാറുന്നത് ഈ ഒരു ഫുൾ മൂണിന് ശേഷമായിരിക്കും. ചില ആൾക്കാരുടെ കൂട്ടുകെട്ട് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം മോശം ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിത്വം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വ്യക്തിത്വവും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുക. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളോട് 100 പേർ പറയുന്നത് നിങ്ങൾ കേൾക്കുക. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പീനിയൻ കേൾക്കാം നമുക്ക്, പക്ഷെ നമ്മുടെ ഇൻറ്റ്യൂഷൻ അത് ശരിയാണോ എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ല എങ്കിൽ ചെയ്യാൻ പോകരുത്. കാരണം ഓരോ വ്യക്തിയിലും ഒരു അന്തരാത്മാവുണ്ട്. ആ ഒരു ആത്മാവ് നമ്മളെ ശരിയായ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾ ശരിയല്ലാത്ത പല ഗൈഡൻസ് മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെയെല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആ സമയം നിങ്ങൾക്ക് തോന്നും, എൻ്റെ കൂടെ ആരും നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, അത് മതി എനിക്ക് എന്ന് തോന്നും. ഭയങ്കരമായിട്ട് സ്പിരിച്വൽ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ഏത് മോശ സാഹചര്യവും നേരിടുന്നതാണ്, ആര് കൂടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. കാരണം പേടിക്കത്തില്ല നിങ്ങൾ. ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് മോശം കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും ടൈം ഉണ്ടാവത്തില്ല. അത്രമാത്രം ബിസി ആയിരിക്കും നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇച്ചിരി സമയം പോലും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അത്രമാത്രം വർക്കഹോളിക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും അങ്ങനെ ശാന്തമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് വരികയും ആ ഐഡിയ നിങ്ങൾ ട്രൈ ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫുൾ മൂൺ ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. ഓം നമഃശിവായ. താങ്ക് യു സോ മച്ച്.